നമസ്കാരം. കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ഇറാൻ ഭരണകൂടം ആരെ നിയമിച്ചാലും അവരെയും വധിക്കുമെന്ന കടുത്ത പ്രഖ്യാപനവുമായി ഇസ്രായേൽ. ശനിയാഴ്ച നടന്ന ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഇറാനിലെ ഉന്നത നേതൃത്വം ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ഭീഷണി. ഇറാന്റെ പുതിയ നേതൃത്വത്തെയും ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ബുധനാഴ്ച കടുത്ത ഭീഷണി മുഴക്കി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള സൂര്യയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ. കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പ്രത്യേക സുരക്ഷ ഒരുക്കും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എ. സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ CPM കൊട്ടേക്കാട് ലോക്കൽ സെക്രട്ടറി MD വികാസ് രാജിനെതിരെ വിയ്യൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വനിതാ പഞ്ചായത്ത് അംഗങ്ങളെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് മർദ്ദിച്ച സംഭവത്തിൽ ഒന്നാം പ്രതിയായ CPM കൊട്ടേക്കാട് ലോക്കൽ സെക്രട്ടറി MD വികാസ് രാജാണ് മർദ്ദിച്ചതെന്ന് കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് വിയ്യൂർ പോലീസിന് മൊഴി നൽകി. അക്രമ സംഭവത്തിൽ അറസ്റ്റ് ആവശ്യപ്പെട്ട് പത്രസമ്മേളനം നടത്തിയതിൽ പ്രകോപിതനായാണ് മർദ്ദനം. മുൻ LDF പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്നു വികാസ് രാജ്. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ ആരെയും പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ആവശ്യപ്പെട്ട് മർദ്ദനമേറ്റ വനിതാ അംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ചാണ് ഇന്നലെ സാബു തൃശൂർ പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയത്. ഇതിനു പിന്നാലെ ഉച്ചയ്ക്ക് 1:30 ഇയാൾ ഓഫീസിൽ കയറി പ്രസിഡന്റിനെ മർദ്ദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 3ാം ഊഴം പ്രതീക്ഷിച്ച LDFനെ പരാജയപ്പെടുത്തി UDF ഭരണം തിരിച്ചുപിടിച്ച പഞ്ചായത്താണിത്. പ്രസിഡന്റായതു മുതൽ എൻ.എ. സാബുവിനെ സമൂഹ മാധ്യമത്തിൽ ഇകഴ്ത്താൻ CPMന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി നടത്തുന്ന നീക്കങ്ങൾ പൊളിയുന്നതാണ് ലോക്കൽ സെക്രട്ടറിയുടെ പരാക്രമത്തിന് കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. മീഡിയ ടൈം തൃശൂർ. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള സൂര്യയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂജാരിയായ മറ്റത്തൂർ മൂലംകുടം സ്വദേശി അജേഷിന്റെ വീട്ടിൽ പ്രശ്നപരിഹാരത്തിനായി എത്തി പൂജാരിയുടെ ഭാര്യയുടെ 12 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. യുവതി പ്രശ്നപരിഹാരത്തിനായി ഇടയ്ക്കിടെ പൂജാരിയുടെ വീട്ടിൽ വരാറുണ്ട്. ഈ പരിചയം മുതലാക്കിയാണ് പൂജാരി അടുക്കളയിലേക്ക് മാറിയ സമയത്ത് പ്രതി അലമാരയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയത്. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണത്തിനിരിക്കുന്ന 2 കെട്ടിടങ്ങളിൽ മോഷണം. ഇലക്ട്രിക് കേബിളുകൾ കവർന്നു. തെക്കേനടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നഗരസഭാ കെട്ടിടത്തിലും കാവിൽക്കടവിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുമാണ് മോഷണം നടന്നത്. നഗരസഭാ കെട്ടിടത്തിലെ വാതിലുകളുടെ താഴുകൾ നശിപ്പിച്ച നിലയിലാണ്. ഏകദേശം 10,000 രൂപ വില വരുന്ന കേബിളുകൾ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാവിൽക്കടവിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും 25,000 രൂപയോളം വില വരുന്ന ഇലക്ട്രിക് കേബിളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സംഘവും പോലീസും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഭവനരഹിതർ ഇല്ലാത്ത അന്നമനട എന്ന പദ്ധതിക്ക് ഊന്നൽ നൽകിയുള്ള അന്നമനട ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. 39,450,464 രൂപ ചെലവും 35,25,45,466 രൂപ ചെലവും 3,79,04,998 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് PD ജോസ് അവതരിപ്പിച്ചു. ജനറൽ പർപ്പസ് ഗ്രാന്റ് 2,56,53,000 രൂപ. ഡെപ്പോസിറ്റ് റിക്കവറി അഡ്വാൻസ് വരവുകൾ 17,50,000 രൂപ. വികസന ഫണ്ട് 4,55,36,000 രൂപ. മെയിൻ്റനൻസ് ഗ്രാന്റ് 4,19,15,000 രൂപ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 1,26,04,466 രൂപ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതം
കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം വരവ് 2,50,00,000. സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പദ്ധതികൾ സംസ്ഥാനാവിഷ്കൃത പദ്ധതി വിഹിതം വരവുകൾ 14,16,09,000 രൂപ. MP ഫണ്ട് ഇവിടെ പ്രതീക്ഷിക്കുന്ന MP ഫണ്ട് 10 ലക്ഷം രൂപ. MLA ഫണ്ട് 30 ലക്ഷം രൂപ. ജില്ലാ പഞ്ചായത്ത് വീതം 42 ലക്ഷം. കൃഷിക്കായി 72,81,250 രൂപയും റോഡ് വികസനത്തിനായി 2,14,65,000 രൂപയും പട്ടികവർഗ ക്ഷേമത്തിനായി 90,12,000 രൂപ, ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്ക് 2,50,00,000 രൂപ, പെൻഷൻ ഇനത്തിൽ 16,72,62,000 രൂപ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി 2.5 കോടി രൂപയും അംഗനവാടി പോഷകാഹാര പദ്ധതിക്ക് 30 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന പ്രധാന പദ്ധതികൾ. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മറ്റു പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷ ഒരുക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് തീരുമാനം. 2026 മാർച്ച് 15 മുതൽ 22 വരെ ആഘോഷിക്കുന്ന ഭരണി മഹോത്സവത്തിന് മുന്നോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പരിപൂർണ സുരക്ഷയും ശുദ്ധജലം, ഭക്ഷണം എന്നിവയുടെ ലഭ്യതയും ഉറപ്പുവരുത്തുന്നതിന് തീരുമാനിച്ചു. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷ ഒരുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കുണ്ടറ ക്ഷേത്രത്തിന് ഉൾവശം ഭക്തജനങ്ങൾ കൂട്ടമായി എത്തുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ആവശ്യാനുസരണം പോലീസ് ഉദ്യോഗസ്ഥരെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിക്കും. കോഴി, വഴിപാട് സാധനങ്ങൾ എന്നിവ നിക്ഷേപിക്കുന്ന കുണ്ടറയിലും പ്രത്യേക സുരക്ഷാ സംവിധാനം ഒരുക്കും. ഭരണിയോടനുബന്ധിച്ച് സംഭാര ചുക്കുവെള്ള വിതരണവും ദേവസ്വം വകയായി നൽകും. 24 മണിക്കൂറും മെഡിക്കൽ ആംബുലൻസ് സേവനവും ഫയർഫോഴ്സ് സേവനവും ലഭ്യമാക്കും. മുനിസിപ്പാലിറ്റിയുടെ വകയായി വിവിധ സ്ഥലങ്ങളിൽ നിലവിലുള്ള ടോയ്ലറ്റുകൾ പ്രവർത്തനക്ഷമമാക്കും. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SHO അരുൺ, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK മനോജ്, ദേവസ്വം മാനേജർ K വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, സത്യധർമ്മൻ അടികൾ, ഉപദേശക സമിതി പ്രസിഡന്റ് KK ഭരതൻ, സെക്രട്ടറി V സന്തോഷ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 12 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ഒരുക്കമായി പ്രത്യേക നിയോഗം സമർപ്പിച്ചുകൊണ്ടുള്ള നവനാൾ ചൊവ്വ ആചരണത്തിന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടത്തിയ ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണത്തോടെ തുടക്കമായി. തുടർന്ന് യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി സമാധാന ജ്വാല തെളിയിച്ച് നടന്ന പ്രാർത്ഥനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോലടി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ CPM നേതാവ് ഓഫീസിൽ കയറി മർദ്ദിച്ചതായി പരാതി. സാബുവിനെ പരിക്കുകളോടെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള സൂര്യയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന സംഘാടകർ. കാവ് തീണ്ടൽ വരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പ്രത്യേക സുരക്ഷ ഒരുക്കും. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.